വെൽക്കം ടു മൈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഷാഹം ഷാ അക്ബർ കോ കോൺ സിഖായേഗ. ഇതൊരു ലോക കഥയാണ്. ഈ കഥയിൽ മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെയും അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ ഉപദേശകൻ ബീർബലിൻ്റെയും കഥയാണ്. ഒരു ദിവസം അക്ബർ ചക്രവർത്തി ഗൗരവമായ ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഉപദേശകനായ ബീർബലിനോട് പറഞ്ഞു, ബീർബൽ, ഞാൻ വളരെ സമർത്ഥനല്ല. എനിക്ക് ധാരാളം കാര്യങ്ങൾ അറിയാനുണ്ട്, അവയെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ മുതൽ ഞാൻ എൻ്റെ പഠനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. അടുത്ത പ്രഭാതത്തിൽ ചക്രവർത്തി രാജസദസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് ഒരു വിചിത്രമായ കാഴ്ചയായിരുന്നു. രാജസദസ്സ് പലതരത്തിലുള്ള ആളുകളാൽ നിറഞ്ഞിരുന്നു. അവിടെ കുട്ടികളും മുതിർന്നവരും ഉണ്ടായിരുന്നു, കുടുംബിനികളും അലക്കുകാരികളും ഉണ്ടായിരുന്നു, കർഷകരും പാഴ്വസ്തുക്കൾ പറക്കുന്നവരും ഉണ്ടായിരുന്നു, കച്ചവടക്കാരും ഗുമസ്തന്മാരും ഉണ്ടായിരുന്നു, പാമരന്മാരും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. വേറെയും അറിയാത്ത എത്രയോ തരത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. തൻ്റെ സദസ്സിന് മുന്നിൽ ആൾക്കൂട്ടം നിൽക്കുന്നത് കണ്ടിട്ട് രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം ബീർബലിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാനല്ലേ പറഞ്ഞിരുന്നത്? ആർക്കാണോ എനിക്ക് എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയുന്നത്? പക്ഷെ നിങ്ങളാകട്ടെ എൻ്റെ കൊട്ടാരം നാട്ടിലെ പാതി ആളുകളെ കൊണ്ട് നിറച്ചു കളഞ്ഞല്ലോ. ഉടൻ മറുപടി തരൂ ബീർബൽ. അക്ബർ ചക്രവർത്തിയുടെ ചോദ്യം കേട്ട് ബീർബൽ പറഞ്ഞു, മാപ്പാക്കണം ചക്രവർത്തി, ഞാൻ താങ്കളുടെ ഉത്തരവുകളെ പാലിക്കുകയാണ് ചെയ്തത്. പക്ഷേ ചക്രവർത്തി, മണലിൽ മണിക്കൂറോളം കളിച്ച് മനോവിനോദം നടത്താൻ താങ്കൾക്ക് അറിയാമോ? ഇത് കേട്ട് അക്ബർ ചക്രവർത്തി ദേഷ്യത്തോട് പറഞ്ഞു, ഇല്ല. പക്ഷേ അതുകൊണ്ട് എന്താണ് കാര്യം? വീണ്ടും ബീർബൽ അക്ബർ ചക്രവർത്തിയോട് ചോദിച്ചു, താങ്കൾക്ക് ഏതെങ്കിലും ദരിദ്രനായ മനുഷ്യൻ്റെ വരുമാനത്തിൽ കുടുംബം പോറ്റാൻ അറിയാമോ? അല്ലെങ്കിൽ താങ്കൾക്കറിയാമോ വസ്ത്രങ്ങളിലെ കറ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നതെന്ന്? അക്ബർ ചക്രവർത്തി പറഞ്ഞു, അറിയില്ല. ബീർബൽ വീണ്ടും ചോദിച്ചു, ചക്രവർത്തിക്ക് അറിയാമോ വിത്ത് വിതയ്ക്കേണ്ടത് എപ്പോഴെന്ന്? പാഴ്വസ്തുക്കളിൽ നിന്നും ഉപയോഗപ്രദമായ വസ്തുക്കളെ തരംതിരിക്കുന്നത് എങ്ങനെയെന്ന്? എവിടെയാണ് ഹരിതാപമായ മേച്ചിൽപ്പുറങ്ങളെന്ന്? നമ്മുടെ വിളകൾക്ക് മുന്തിയ വില എവിടെ കിട്ടുമെന്ന്? ഏതെങ്കിലും വാക്ക് ചിത്രം കണക്കി തോന്നും വിധം മനോഹരമായി എഴുതുന്നത് എങ്ങനെയെന്ന്? ഇത് കേട്ട് അക്ബർ ചക്രവർത്തി ദേഷ്യത്തോട് പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് ഇതൊന്നും അറിയത്തില്ല. ബീർബൽ വളരെ ശാന്തനായി അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞു, ഈ രാജസദസ്സിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും താങ്കളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനാവും. ഓരോരുത്തരും ഇത്തരം കുറച്ച് അറിവുകളുള്ളവരാണ്. ഏതൊന്നാണോ മറ്റുള്ളവർക്ക് അറിയാത്തത്? ഓരോരുത്തരുടെയും അടുത്ത് കുറച്ച് കഴിവുകളുണ്ട്, കുറച്ച് അറിവുകളുണ്ട്. മാനസികമായോ ബുദ്ധിപരമായോ ഉള്ള ഏതെങ്കിലും സവിശേഷതകളുണ്ട്. അപ്പോൾ എല്ലാവരും അധ്യാപകരാണ്, അതോടൊപ്പം വിദ്യാർത്ഥികളും. ബീർബൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അക്ബർ ചക്രവർത്തിക്ക് മനസ്സിലായി. അദ്ദേഹം ചിരിച്ചു. അപ്പോൾ നിങ്ങളും ഒരു വിദ്യാർത്ഥിയാണോ ബീർബൽ? ഞാൻ വിചാരിക്കുകയായിരുന്നു നിങ്ങളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനാവില്ലെന്ന്. ഇത് കേട്ട് ബീർബൽ പറഞ്ഞു, കാര്യം നേരെ വിപരീതമാണ് ചക്രവർത്തി, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീർബൽ ജനക്കൂട്ടത്തിലേക്ക് തിരിഞ്ഞു നടന്നു. ഒരു വൃദ്ധയായ സ്ത്രീയുടെ കൈ പിടിച്ച് അവരെ ചക്രവർത്തിയുടെ മുൻപിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവർ എൻ്റെ ആദ്യത്തെയും ശ്രേഷ്ഠരുമായ ഗുരുനാഥന്മാരിൽ ഒരാളാണ്. വൃദ്ധ ചക്രവർത്തി വണങ്ങിക്കൊണ്ട് പറഞ്ഞു, പ്രഭോ, ബുദ്ധിമാന്മാർക്കറിയാം എല്ലാം പഠിക്കാൻ സാധ്യമല്ലെന്ന്. പക്ഷേ എല്ലാവരും ഇത് പഠിക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാൻ കഴിയുമെന്ന്? വൃദ്ധയുടെ വാക്ക് കേട്ട് അക്ബർ ചക്രവർത്തി അവരുടെ മുന്നിൽ ആദരവോട് ശിരസ് നമിച്ചു. പിന്നെ തിരിഞ്ഞ് ബീർബലിനോടായി പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണ്. അതിനാണല്ലോ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമതിയായ ഗുരുവിനെ ലഭിച്ചത്. അക്ബർ ചക്രവർത്തിയുടെയും ബീർബലിൻ്റെയും കഥ ഇഷ്ടപ്പെട്ടോ കുട്ടികളെ?